ജനങ്ങളെ സംബന്ധിച്ച് എന്താ, അവൻ താമസിക്കുന്ന ഭൂമിക്ക് പട്ടയമില്ല എന്ന് പറഞ്ഞാൽ അവന്റെ ഒരു നിലനിൽപ്പിന്റെ പ്രശ്നമല്ല. ജനങ്ങളെ പറഞ്ഞ് കബളിപ്പിച്ചവരെയും വഞ്ചിച്ചവർക്കൊക്കെ എതിരായിട്ട് ഒരു വലിയ ജനവികാരം. 3 ഉദ്ഘാടനം നടത്തിയിട്ടും റോഡിന്റെ പണി ആരംഭിക്കാൻ പറ്റിയിട്ടില്ല. കഴിഞ്ഞ 1/4 നൂറ്റാണ്ടോളം ഇടുക്കിയിൽ LDF ഭരിക്കുന്ന സീറ്റ് ഇത്തവണ UDF തിരിച്ചുപിടിക്കാൻ നിയോഗിക്കാനായിരിക്കുന്നത് സ്ഥാനാർത്ഥി റോയ്ക്ക് പോലോസാണ്. എങ്ങനെയാണ് ഇടുക്കി നിയോജകമണ്ഡലം UDF തിരിച്ചു പിടിച്ചിരിക്കുന്നത്? ഒരു സംശയവും നമ്മളെ സംബന്ധിക്കില്ല. ഇടുക്കി UDFന്റെ മണ്ഡലമാണ്. അത് കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും കൂടി കഴിഞ്ഞപ്പോൾ വളരെ കൃത്യമായ ബോധ്യം വന്നിട്ടുണ്ട്. 9 പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും UDF ഭരിക്കുന്നത്. ഒരിടത്ത് പോലും അവർക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. കഴിഞ്ഞ കാലങ്ങളിലെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ 2021 മാത്രമാണ് ഈ സമീപകാലത്ത് LDFന് ഇടുക്കി നിയോജകമണ്ഡലം പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. അത് അന്നത്തെ ചില പ്രത്യേക സാഹചര്യമാണ്. കോവിഡായി, മറ്റു ചില കാര്യങ്ങളായി, സർക്കാരിൻ്റെ കിറ്റ് പോലെയുള്ള കളിപ്പീരുകളായി അതിലൊക്കെ കുറച്ച് ആളുകളൊക്കെ പെട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ സാഹചര്യം ഒന്നുമില്ല. ഇപ്പോൾ UDFന് മാത്രം പൂർണ്ണമായിട്ട് അനുകൂലമായിട്ടൊരു സാഹചര്യം ഈ നിയോജകമണ്ഡലത്തിൽ എമ്പാടും നിൽക്കുകയാണ്. ജനങ്ങളെ പറഞ്ഞ് കബളിപ്പിച്ചവരെയും വഞ്ചിച്ചവർക്കൊക്കെ എതിരായിട്ട് ഒരു വലിയ ജനവികാരം. അതുപോലെ ഇവിടുത്തെ ലാൻഡ് ഇഷ്യൂസ്, അവിടെയെല്ലാം സർക്കാർ ഇറക്കിയ ജനവിരുദ്ധമായ ഉത്തരവുകൾ, അതുണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങൾ, അത് പരിഹരിക്കാത്തതിലുള്ള ഒരു വൈരാഗ്യ ബുദ്ധിയോട് കൂടിയിട്ടുള്ള ജനങ്ങളുടെ സമീപനങ്ങൾ, അതെല്ലാം ഈ തെരഞ്ഞെടുപ്പിലായിട്ട് ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് വലിയ ഗുണകരമായിട്ടുള്ള ഇതാണ്. അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഈ ഇടുക്കി അപേക്ഷിച്ച് LDF വലിയൊരു വാദമുന്നയിക്കുന്നത് ഇടുക്കിയിലെ എല്ലാ വികസന പ്രവർത്തനങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്, ഇനി ഈ പ്രചരണ രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ ജനങ്ങൾക്കൊന്നും ആവശ്യപ്പെടാനില്ല എന്ന ഒരു വാദമാണ് LDFന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അത് ഈ നിയോജകമണ്ഡലത്തിലെ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഈ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ 10-12 ദിവസമായിട്ട് ഈ നിയോജകമണ്ഡലത്തിലെ ഓരോ ഗ്രാമപ്രദേശത്തോടെയൊക്കെ പോകുമ്പോൾ അവിടെ നിന്നുള്ള സാധുക്കളായ ജനങ്ങളെ പറയാൻ പരാതികൾ, സങ്കടങ്ങൾ, ഉദ്ഘാടനം ചെയ്ത ബോർഡുകൾ വരെ അവിടെ ഇരിപ്പുണ്ട്. റോഡുകൾ തകർന്ന് തരിപ്പണമായി കിടക്കുക. പല സ്ഥലങ്ങളിലും ഒരേ റോഡ് തന്നെ 2-3 പ്രാവശ്യം ഉദ്ഘാടനം ചെയ്തതായിട്ട് അവർ പറയുന്നുണ്ട്. 3 ഉദ്ഘാടനം നടത്തിയിട്ടും റോഡിൻ്റെ പണി ആരംഭിക്കാൻ പറ്റിയിട്ടില്ല. ഈ ഫ്ലെക്സ് വയ്ക്കുന്നതും പത്രത്തിൽ വാർത്ത കൊടുക്കുന്നതും പ്രസംഗിക്കുന്നതുമാണ് വികസനമെങ്കിൽ അതിവിടെ ഭയങ്കരമായിട്ട് അത് മറ്റൊരു മണ്ഡലത്തിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അത് ഈ നിയമമണ്ഡലത്തിലെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അവരതിൻ്റെ അകത്ത് വലിയ വികാരപരമായ സമീപനം ഈ തെരഞ്ഞെടുപ്പിലുണ്ടാകും. ഈ ഇടുക്കി മണ്ഡലത്തെ പറ്റി എങ്ങനെയാണ് വലിയൊരു രാഷ്ട്രീയ സാഹചര്യം? ഞാൻ പറഞ്ഞല്ലോ, വലിയ ഭൂരിപക്ഷത്തിലുള്ള ജയമായിരിക്കും. വലിയ ഭൂരിപക്ഷത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലൊക്കെ നിങ്ങൾക്കൊരു പ്രതീക്ഷയൊക്കെ കാണുമല്ലോ. ഞങ്ങൾക്ക് തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. നല്ല ഭൂരിപക്ഷത്തിൽ UDF ഈ സീറ്റ് പിടിച്ചുകൊടുക്കും. നിലവിൽ ഈ ഇടുക്കി മണ്ഡലത്തിൽ വിജയിച്ചു വന്നാൽ എന്തൊക്കെ പരിഹാരം കാണാൻ സാധിക്കും? ഈ ഭൂപ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ വന്യമൃഗശല്യം, പട്ടയ പ്രശ്നങ്ങളെല്ലാം തന്നെ നിരവധിയായിട്ട് ഉയർന്നൊരു പ്രശ്നങ്ങളാണ്. ഇതിലൊക്കെ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? ഈ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഇഷ്യൂസ് ഉള്ളത് നിയോജകമണ്ഡലമായിരുന്നു. പട്ടയം കൊടുക്കാൻ പറ്റുന്നില്ല. ഒരു റൂളും അനുസരിച്ചുള്ള പട്ടയം കൊടുക്കാൻ പറ്റുന്നില്ല. കോടതികളിൽ അനാവശ്യമായി സർക്കാരിൻ്റെ വീഴ്ച മൂലം ഹൈക്കോടതിയും പട്ടയം കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നു, സുപ്രീം കോടതിയും പറഞ്ഞിരിക്കുന്നു. CHR മേഖലകൾ ഈ 2 കോടതികളും ഇടപെടേണ്ടി വന്നതും ഈ ഗവൺമെൻറ്റിനെതിരായി വിധി പറയേണ്ടി വന്നതും സർക്കാരിൻ്റെ കുഴപ്പമാണ്. അവിടെ സർക്കാരിൻ്റെ വക്കീലന്മാർ 140 പേര് ഇരിപ്പുണ്ട്. അതിൽ കൊള്ളാവുന്ന ഒരാളെ വെച്ചിട്ട് ഗവൺമെൻറ്റിന് വേണ്ടിയും ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയും അവിടെ അഫിഡവിറ്റ് കൊടുക്കുന്നില്ല. അവിടെ പരിസ്ഥിതിവാദികൾ കേസുമായി ചെല്ലുമ്പോൾ അതിന് ചെറിയ സഹായകരമായിട്ടുള്ള കണക്കുകളും അഫിഡവിറ്റോ കൊടുക്കുന്നത്, ഡേറ്റാസോ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് സുപ്രീം കോടതി CHR മേഖലയിൽ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞത്. 1.5 വർഷമായി. ഇവിടെ റവന്യൂ ലാൻഡിൻ്റെ പ്രശ്നത്തിന് ഹൈക്കോടതി ഒരു കോടതി ഒരു സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു അഫിഡവിറ്റ് കൊടുക്കാൻ 1.5 കൊല്ലമായിട്ടൊരു ഗവൺമെൻറ് കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ ആത്മാർത്ഥതകൾ. അപ്പം ഈ പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആണ്. ജനങ്ങളെ സംബന്ധിച്ച് എന്താ, അവൻ താമസിക്കുന്ന ഭൂമിക്ക് പട്ടയമില്ല എന്ന് പറഞ്ഞാൽ അവൻ്റെ ഒരു നിലനിൽപ്പിൻ്റെ പ്രശ്നമല്ല. എവിടെയെങ്കിലും ഒരു ലോൺ എടുക്കാൻ, മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് ഒന്ന് വിറ്റാൽ കിട്ടാവുന്ന വിലയുടെ എന്തെങ്കിലും ഒരു ആനുപാതികമായി കിട്ടത്തില്ലല്ലോ. അപ്പോൾ ഒന്നാമത്തെ പ്രശ്നം കർഷകൻ്റെ കയ്യിലുള്ള ഭൂമിക്ക് പട്ടയം ഉറപ്പാക്കുക, ആ പട്ടയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന തടസ്സങ്ങൾ മാറ്റുക. 2 LDF ഗവൺമെൻറ്റിൻ്റെ കാലത്തുണ്ടാക്കിയിട്ടുള്ള കുറച്ച് ഉത്തരവുകളുണ്ട്. ഈ പട്ടയം കിട്ടിയ ഭൂമിയിൽ തന്നെ ഇന്ന കാര്യങ്ങളെ ചെയ്യാവുള്ളൂ, വീടും കൃഷിയൊക്കെ അല്ലാണ്ട് വേറെ ചെയ്യാൻ പാടില്ല എന്ന് തുടങ്ങിയ സർക്കാർ ഉത്തരവുകൾ ഈ നാട്ടിലെ ജനങ്ങൾക്കെതിരായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അത്തരം കർഷക വിരുദ്ധമായ ഉത്തരവുകൾ തീർച്ചയായിട്ടും ഞങ്ങൾ റദ്ദ് ചെയ്യും. അതല്ലാണ്ട് അവിടെയെല്ലാം ഫീസ് അടയ്ക്കണം എന്നൊക്കെ പറഞ്ഞാൽ 1 രൂപയും ഫീസ് അടപ്പിക്കത്തില്ല. ജനങ്ങൾ അവിടെ കെട്ടിടം നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ പട്ടയഭൂമിയിലാണെങ്കിൽ, കയ്യേറ്റ ഭൂമിയിലാണെങ്കിൽ അല്ല, ഞാൻ പറയാം, പട്ടയഭൂമിയിൽ നിർമ്മിച്ചിട്ടുള്ള നിർമ്മിതികൾക്ക് UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ
ഒരു ഫീസും കൂടാതെ തന്നെ നിലവിൽ ഞാൻ ആവശ്യമായ ക്രമവൽക്കരണം നടത്തിക്കൊടുക്കും. അങ്ങനെ ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും, അതുപോലെ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഫോറസ്റ്റുകാർ അതിർത്തിയിൽ ജണ്ടയിട്ട് തിരിച്ചിട്ടുണ്ട്. വനംവകുപ്പിൻ്റെ സ്ഥലമേതാണെന്ന് കൃത്യമായിട്ട് അവർ തന്നെ നല്ല കോൺക്രീറ്റും സിമെൻറ്റ് ജണ്ടയൊക്കെ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ അവരുടെ അപ്പുറത്തേക്ക് അവരുടെ കർഷകൻ്റെയും കൈവശിരിക്കുന്ന ഭൂമിയിലേക്ക് കയറി കുഴപ്പമുണ്ടാക്കേണ്ട കാര്യമുണ്ട്. ഇപ്പോൾ തൊമ്മൻകുത്തിലൊരു കുരിശ് വിളിച്ചു. ഒരു വർഷമായി, ഇന്നിപ്പോൾ ദുഃഖവെള്ളിയാഴ്ച, നാളെ ദുഃഖവെള്ളിയാഴ്ച, കഴിഞ്ഞ ദുഃഖവെള്ളിയാഴ്ചയുടെ തലേൻ്റെ ദിവസമാണ് കുരിശ് പൊളിച്ചത്. ഒരു വ്യക്തി 60 വർഷമായിട്ട് അവൻ്റെ കൈവശമിരിക്കുന്ന ഭൂമി, ആ വ്യക്തിയുടെ ഭൂമിക്ക് ഫോറസ്റ്റുകാർ ജണ്ട ഇട്ടിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ടും 60 കൊല്ലമായിട്ട് അവൻ്റെയും അവൻ്റെ പിതാവിൻ്റെയും കൈവശിരിക്കുന്ന ഭൂമിയിൽ 10 സെൻറ്റ് അവൻ തൊമ്മൻകുത്ത് പള്ളിക്ക് ദാനമായി കൊടുത്തിടത്താണ് കുരിശ് വെച്ചത്. തൊമ്മൻകുത്ത് പള്ളി അത് JCB കൊണ്ടുപോയി രാത്രി ലോറിയും കൊണ്ടുപോയി പിഴുതെടുത്തുകൊണ്ട് പോയത്. ഈ നമ്മുടെ ബഹുമാന്യനായ ഇവിടുത്തെ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം അവിടെ സന്ദർശിച്ചിരുന്നു. അച്ഛനെ പോയി സമാശ്വസിപ്പിച്ചിരുന്നു. ശക്തമായ നടപടി ഉണ്ടാകുന്നു. കുരിശ് അവിടെ തന്നെ കൊണ്ടുവന്ന് വെക്കുമെന്ന് പറഞ്ഞു. കുരിശിപ്പോൾ കാളിയാർ ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ റേഞ്ച് ഓഫീസിൻ്റെ പുറകിൽ കാട് പിടിച്ചതിൻ്റെ അകത്ത് കിടക്കുന്നു. അപ്പോൾ എന്ത് തോന്നിവാസവും കാണിക്കാം. ഒരാളുടെ കൈവശ ഭൂമിയിൽ കയറി എന്ത് തോന്നിവാസവും കാണിക്കാം എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ഞാൻ പറഞ്ഞത്. ഒരു നടപടിയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു നടപടിയും. അങ്ങനെ തോന്നി ഉദ്യോഗസ്ഥന്മാരുടെ അടിഞ്ഞാട്ടത്തിൽ വിടാനാണ്. ഒരു മന്ത്രിയുണ്ട്, ആന വന്നാൽ പോലും കാണില്ലെന്ന് എനിക്ക് തോന്നുന്നത്. എന്തിനാണ് ഇങ്ങനെ ഒരു മന്ത്രി എന്ന് എനിക്കറിയത്തില്ല. ആളുകൾ ആനനെ വെട്ടിക്കൊല്ലുന്നു, പുലി കടിച്ചു പറിക്കുന്നു, മറ്റു മൃഗങ്ങൾ ഉപയോഗിക്കുന്നു, ഇതൊന്നും പറഞ്ഞ് അങ്ങേർക്ക് യാതൊരു മറ്റമില്ല. അപ്പോൾ ഇത്തരമുള്ള പ്രശ്നങ്ങൾ UDF-നോട് കൃത്യമായ നിലപാടുണ്ടാവും. എങ്ങനെയാണ് ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ കഴിയുക? ഈ ജീവികളൊന്നും നാട്ടിൽ നടക്കേണ്ടതല്ല. ഈ ആനയും പുലിയും കടുവയൊന്നും നാട്ടിലിറങ്ങി കട്ടപ്പന ടൗണിൽ നടക്കേണ്ട സാധനമല്ലല്ലോ. മുൻകാലങ്ങളിൽ അങ്ങനെ നടന്നിട്ടില്ല. അപ്പോൾ അത് എവിടെയാണോ ജീവിക്കേണ്ടത് അവിടെ ജീവിക്കാൻ ആവശ്യമായ എന്താണോ പ്രശ്നങ്ങളുള്ളത് അതിനാവശ്യമായ പരിഹാരം ഉണ്ടാക്കി മറ്റ് രാജ്യങ്ങളിലൊക്കെ, വിദേശ രാജ്യങ്ങളിലൊക്കെ സ്വീകരിക്കുന്ന രീതിയിലുള്ള നടപടികൾ ഇവിടെ എന്ത് ചെയ്യാൻ കഴിയുമോ അതാണ് UDF ആഗ്രഹിക്കുന്നത്. ഇത്തവണ വിജയം 100%ആണോ? 100% ഉറപ്പാണ്. ഒരു സംശയം ഞങ്ങൾ സംബന്ധിക്കില്ല. ഏതായാലും ഇത്തവണ ഇടുക്കി മണ്ഡലം UDF പാളത്തിൽ എത്തിക്കാൻ കഴിയുന്ന ആത്മവിശ്വാസത്തിലാണ് റോയ് കെ പൗലോസ് ഉള്ളത്. ഏതായാലും എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.